നമസ്കാരം. സ്വർണ്ണവിലയെ സംബന്ധിച്ച് ഒരു കുതിപ്പിന്റെ വർഷമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ 2025 വർഷം. അതുകൊണ്ട് തന്നെ സ്വർണം കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും സ്വർണ്ണവിലയിൽ പുതിയ ചരിത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ഈ ദിവസത്തിലെ കണക്കുകൾ പ്രകാരം ഒരു പവൻ സ്വർണ്ണത്തിന് 69,760 രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിപണി വില 8,720 രൂപയാണ്. ഇതോടെ സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പിൻ്റെ തന്നെ പുതിയ വർഷമായി മാറിയിരിക്കുകയാണ് 2025. ഈ വർഷം ഇതിനകം തന്നെ പവന് 13,280 രൂപയോളമാണ് കൂടിയിരിക്കുന്നത്. ഗ്രാമിനാവട്ടെ 1,660 രൂപയും. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ചാർജും എല്ലാം തന്നെ കൂടിച്ചേരുന്ന ഈ സമയത്ത് വില വർധനവിൻ്റെ ഭാരം ഇതിലും കൂടുതലായിരിക്കും. സ്വർണ്ണവില ഇപ്പോൾ കൂടാനുള്ള പ്രധാന കാരണം പരിശോധിക്കുകയാണെങ്കിൽ US ചൈന വ്യാപാര യുദ്ധം, അതുപോലെ തന്നെ ഓഹരി വിപണികളുടെ ഇടിവ്, ഡോളറിന്റെ മൂല്യ തകർച്ച എന്നിവയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് സ്വർണ്ണവിലയിൽ തേരോട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ US ഡോളർ ഇൻഡെക്സ് 2023 ശേഷം ആദ്യമായി 99 എന്ന നിലവാരത്തിലേക്ക് വീണതും സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുന്ന ഈ സമയത്ത് സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട നിയമവശങ്ങളുണ്ട്. ഇതറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണി കിട്ടും. ഇതിൽ ആദ്യത്തേത്, ഒരു വ്യക്തിക്ക് എത്ര ഗ്രാം വരെ സ്വർണം കൈവശം സൂക്ഷിക്കാൻ സാധിക്കുമെന്നതാണ്. അത് പ്രകാരം രേഖകളില്ലാതെ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് പരമാവധി 500 ഗ്രാം സ്വർണവും, അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരമാവധി 250 ഗ്രാം സ്വർണവും, ഒരു പുരുഷന് 100 ഗ്രാം സ്വർണവുമാണ് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന പരമാവധി അളവ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കൂടുതൽ സ്വർണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം തീർച്ചയായിട്ടും കാണിക്കേണ്ടതായിട്ട് വരും. ഇനി പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വർണ്ണമാണെങ്കിൽ അതിൻ്റെ ഉറവിടവും ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇനി അതല്ല, മറ്റുള്ള മേഖലകളിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അതിന് ടാക്സ് അടച്ച, അതല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം അത് കൃത്യമായി കാണിക്കുന്നതിൽ വ്യക്തത വരുത്താനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അളവിലാണ് നിങ്ങളുടെ സ്വർണ്ണമെങ്കിൽ, നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉറവിടം കാണിക്കേണ്ട ബാധ്യതയില്ല. ഇനി അടുത്തതായിട്ട് പ്രധാനമായി വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ അവർ സ്വർണം കൊണ്ടുവരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വർഷം വിദേശത്ത് താമസിച്ച ഒരു പുരുഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരമാവധി 20 ഗ്രാം സ്വർണ്ണമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 50,000 രൂപയിൽ കൂടുതലാവാൻ പാടില്ല എന്നതാണ്. ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ലാത്ത സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് 2 ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർ KYC രേഖകൾ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങളുടെ പാൻ കാർഡ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ്, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്വർണം ഇനി മുതൽ വ്യാപാരികൾ നൽകുക. GST ബില്ല് തന്നെ ചോദിച്ചു വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ പിറകിൽ ഒരുപാട് നൂലാമാലകൾ പിന്നീട് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പണമായിട്ട് നൽകാനും സാധിക്കും. എന്നാൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കണമെന്നും പ്രത്യേക നിബന്ധനയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ നിയമത്തിൽ ഇപ്പോൾ മാറ്റം കൂടി വന്നിരിക്കുകയാണ്. അതായത് സ്വർണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് 3 വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് പലിശ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ പദ്ധതിയിൽ അംഗത്വമെടുത്ത് നിലവിൽ സ്വർണം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. എന്നാൽ പുതുതായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഈ അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.